ഹായ് ഗായ്സ്, അപ്പോൾ നമ്മ ഇന്ന് കോലാലംപൂർ വിടണ്ട. കോലാലംപൂർ ഇന്ന് തിരക്കനാണ്. കോലാലംപൂർന്ന് ഇന്നലെ കോലാലംപൂരായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ മറ്റേ മുരുകൻ്റെ അമ്പലത്തിലൊക്കെ കയറിയിട്ടുണ്ട്. എന്നിട്ട് മുരുകൻ്റെ അമ്പലമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഇന്ന് കോലാലംപൂർ തെറിക്കണ ഒരു പ്ലാന്. ഇന്ന് നമ്മൾ ഇനി പോകാൻ പോണത് മലേഷ്യയുടെ ഒരു ഇത്തിരി വടക്ക് ഭാഗത്തേക്കുള്ള ഒരു നമ്മളെ ക്യാമറോൺ ഹൈലൻഡ്സ് എന്ന് പറയും. അങ്ങോട്ടാണ് നമ്മളെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മൂന്നാറൊക്കെയില്ലേ, ടീ പ്ലാന്റേഷനും ഹൈ റേഞ്ചാണ്ട കോടയും എല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വില്ലേജ് സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ നേരത്തെ ഇതിന് മുമ്പ് പോയിട്ടുണ്ട് അവിടെ. അടിപൊളിയാണ്. നമ്മൾ ഇങ്ങനെ നാട്ടിൽ പോകണം അതേപോലത്തെ ഒരു ഫീല് വരും. ഞാൻ ഇടക്ക് ഇങ്ങനെ ഒറ്റ ബുദ്ധി തോന്നുമ്പോഴേക്കും സോളോ അടിക്കാറുണ്ട്. അങ്ങനെ 700 കിലോമീറ്റർ ഉണ്ടല്ലോ ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന്. അങ്ങനെ അയ്യോ, ഇന്നൊരു എന്ത് മഴയായിരുന്നെന്ന് അറിയാമോ? ഇന്നിപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല വെയിലും ഒരു റൈഡിനൊക്കെ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. ക്യാമറോൺ ഹൈലാൻഡ്സിലേക്ക് 211 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 3 മണിക്കൂറാണ് കാണിക്കണം. ഹൈ റേഞ്ച് സാധാരണ ഒരു ഇത്ര ലാഗായിരിക്കും കയറ്റമൊക്കെ. വേറെ പണിയൊന്നും കിട്ടാണ്ടെന്നാൽ മതിയായിരുന്നു. ഫും സിഗ്നൽ തെറ്റിച്ച് കളിപ്പില്ല. മെട്രോ നോക്കി നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ചേക്കാം. വെറുതെ വഴി കിടക്കണ്ടല്ലോ. കണ്ട ബ്ലിങ്കിങ് ആയി. പെട്രോണാസ് ആണ് ഇത്, മലേഷ്യയുടെ സ്വന്തം പെട്രോണാസ്. അടിപൊളി പെട്രോളാ, പറക്കും. കുത്തിക്കേറ്റ ബൈക്കിന് മാത്രം അടിക്കാനുള്ള സ്ഥലം ഉണ്ടോ? ബാക്കിയെല്ലാം കാറിന് ഉണ്ട്. അവള് ഇനി കൂപ്പറ കിടക്കണ നോക്കി. പച്ചക്കോൾസ് ജീവണ്ട് നോക്കി. കൊച്ചു പഴക്കം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ടോളാണ്ട. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും ടോൾ കൊടുക്കണ്ട ബൈക്കിന്. രസമല്ലേ ടോൾ കൊടുക്കാൻ? കാറിനൊക്കെ ടോൾ ഉണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കലി റിട്ട ആയിക്കോളും, ഫാസ്റ്റ് ആകൊക്കെ പോലെ. ബൈക്കിനുള്ള വഴി ഇത്. മലയാളം തുടങ്ങിയിട്ട് കുറച്ച് നേരം കേട്ടോ. ചെറുതണുപ്പൊക്കെ അടിക്കുന്നുണ്ട്. ഹൈ റേഞ്ചാണ്. ഈ വണ്ടിയിൽ കട്ടിട്ടേറിട്ടേ കിടത്താൻ പറ്റുള്ളത്. എപ്പോ വേണമെങ്കിലും വീഴാന്നുള്ള രീതിയിൽ. എനിക്ക് ഈ ഇങ്ങനെ ഒറ്റക്ക് വന്നെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും. നമുക്കിങ്ങനെ ലോങ് റൈഡൊന്നും ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റ് ആവൂല. ശരിയല്ലേ? ഇപ്പൊ കുറെ പേരായിട്ട് ഇങ്ങനെ പോകേണ്ടി തോന്നുന്നു. അപ്പൊ പല പല അഭിപ്രായങ്ങളല്ലേ വരെ അവിടെ ഇവിടെ. പിന്നെ നമുക്ക് ഒരു റൈഡ്, നമ്മുടെ ഒരു റൈഡിന്റെ ഫീൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചെറിയ റൈഡൊക്കെ ഓക്കെ. ചെറിയ റൈഡ് ഇപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോണ്, ഹാപ്പി ആയിട്ട് പോണ്, ഹാപ്പി ആയിട്ട് തിരിച്ചൊരു
ഒരു ദിവസത്തെ പരിപാടിയൊക്കെയാണ് നോക്കി 2-3 ദിവസമൊക്കെ എടുക്കുമ്പോഴേക്ക് എനിക്ക് ലോങ് റൈഡ് ഈ ഗ്രൂപ്പ് റൈഡിനെക്കാളും ഇഷ്ടം സോളോ റൈഡാണ്. ചിന്തപ്പാടിലേക്കൊക്കെ അങ്ങനെ പോയി കയറുണ്ടല്ലോ, പിന്നെ റോട്ടിലും എല്ലാത്തും കണ്ടു വേണം. പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ രണ്ടും? നമ്മുടെ ചിന്തപ്പാടിലേക്കാണ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതല്ല റൈഡിങ്ങും ചിന്തപ്പാടും സീനറിയും വേറെ മൂടാണ്. കാരണം സോളോ റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. 2-3 ദിവസമൊക്കെ എനിക്ക് അടുപ്പിച്ചൊക്കെ കിട്ടിക്കാനാണ് ഞാൻ വിട്ടുകൊടുക്കുക. കാണാനൊക്കെ എനിക്ക് അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിലും വലിയ ഹാപ്പിനെസ് വേറെ ഇല്ല. മല കയറാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പ്രകൃതിയും അരുവിയുടെ സൗണ്ടും അതൊക്കെ ഇതിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. കാറിനൊക്കെ പോയിക്കാൻ എനിക്കങ്ങനെ ഒന്നും തോന്നാറില്ല. ബൈക്കിന് പോണെങ്കിൽ അത് ഒറ്റക്ക് തന്നെ പോകണം. ഒരു ഫീല് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ റോഡൊന്നും ഇങ്ങനെ നടന്നില്ല കേട്ടാ. റോഡൊക്കെ അവർ സെറ്റാക്കി, പുതിയ റോഡ്. ഇവിടെ ഇഷ്ടം പോലെ പിക്കപ്പ് ഉണ്ട്. അതേ കണ്ട ഒന്ന് എല്ലായിടത്തും ഉണ്ടോ പിക്കപ്പ്. ടൊയോട്ടയുടെ ഹൈലക്സ് ഇല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഈ സൂസുവിൻ്റെ D-Max ഒക്കെ ഇല്ലേ, എല്ലാം ഉണ്ട്. ഭയങ്കര രസമാണ്. ടയറൊക്കെ പൊക്കി ചിലവന്മാരുടെ ഉണ്ട് ടയർ താഴ്ത്തി വെച്ചേക്ക്. പിക്കപ്പിന്റെ ടയർ താഴ്ത്തി ലോവറൊക്കെ ചെയ്ത് വെച്ചേക്ക്. കോമഡി സാധനം. പഴയ ബെൻസ്. തണുപ്പടിച്ചു തുടങ്ങി കേട്ടോ. മഞ്ഞ വഴിക്ക് കുറെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ അരുവികളൊക്കെ ആയിട്ട്. റേഞ്ച് ഒന്നും കേട്ടോ. നേരത്തെ ഒരു മാപ്പ് ഇട്ടായിരുന്നു, ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്നെന്തോ 50 കിലോമീറ്ററുള്ളൂ. 50 കിലോമീറ്റർ. പക്ഷെ മല ചെറിയ കയറ്റം ഉണ്ടോ. നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വലിയ റോഡ് വളഞ്ഞ ഹെയർപ്പിൻ അങ്ങനെയൊക്കെയല്ലേ. ഇത് പിന്നെ കുത്തനെ കയറ്റം തന്നെയാണ്. 50 കിലോമീറ്റർ മല. വാഴയൊക്കെ നിൽക്കണമെങ്കിൽ ചെവിയൊക്കെ അടഞ്ഞ്.
What is this? Golden chicken, no, it's Huh? plant. Plum plant. Plant. No, it's How much is this? How much? this one. This one 20 ringgit. This one what? This one bamboo shoot. Bamboo shoot. Honey. Yeah, honey. How much for this bottle? This one 40 ringgit. 40 ringgit. Big one? 100. 100. Then this one? This one What is this? big bamboo. Big bamboo shoot. Yeah. Okay. This one cooking. Cooking. Yeah. Thank you. എന്ത് സാധനം ഒന്ന് ചോദിക്കൂ കുറച്ച് നേരമായി നടക്കണം. ഒരു സാധനം മാത്രം മനസ്സിലായില്ല, മറ്റേത് എന്താ എൻ്റെ പേര് പറഞ്ഞ പ്ലം ട്രീ, ബാക്കിയെല്ലാം മനസ്സിലായി. മുളയില്ലേ, മുളയുടെ തൈയാണെന്നത്. അത് കുക്കും ചെയ്യാം വാർത്തയും ചെയ്യാം എനിക്ക് തോന്നുന്നത്. മറ്റേത് വലിയ മുളയാണ്. അത് ശരി, എല്ലാ കടയിലും വിൽക്കാൻ വെച്ചിട്ടുണ്ടത്. അതുകൊണ്ടാ ഇതേപോലത്തെ ചെറിയ ചെറിയ കടകളില്ലേ, അവിടെ ഇത് തന്നെ സാധനം എല്ലായിടത്തും. തേനും മുളയും ഉപ്പിലിട്ടൊന്നും ഇല്ലട്ടോ ഒരു സ്ഥലത്ത്. ഇവിടെ മൊത്തം മറ്റേ തേനീച്ച കൃഷിയും പിന്നെ നമ്മുടെ സ്ട്രോബെറിയില് അതിൻ്റെ ഒക്കെ പരിപാടി ഉണ്ടാവും. കുറേ ഇഷ്ടംപോലെ ഫാം കാണാനുണ്ട് സ്ട്രോബെറിയുടെ ഒക്കെ. ഒരു വെള്ളച്ചാട്ടം, അടിപൊളി അല്ലേ? സെറ്റപ്പ് തന്നെ. നമ്മ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ അവിടെ ഒരു മുരുകൻ്റെ അമ്പലം. പിന്നെയും അമ്മേ ലോങ് റൈഡ്. അമ്പലം നോക്കിയ മലേഷ്യയിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അമ്പലങ്ങൾ ഇവിടെ. ചെറിയൊരു ടൗൺ ഉണ്ട, പേരറിയാൻ പല. മീൻ ഈ മലയിൽ മീനാ, പഴങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ മൂന്നാർ പോലത്തെ സ്ഥലങ്ങളൊക്കെ. കാമറൂൺ വാലി ടീ എല്ലാം ടീ പ്ലാന്റേഷൻ ഉണ്ട്. അതേതില്ലേ മലയാള പൊക്കത്തും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. കയറിയട്ടാ എത്തിയട്ടാ കാമറൂണിൽ. ഇതാണ് നമ്മ എടുത്ത ബെഡ്, ഡോർമെട്രി ആണ്ടത്. ബാഗ് വെക്കാനുള്ള സ്ഥലം. 7 പേർക്ക് 7 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു സ്പേസാണ് കേട്ടോ. ഇതെന്തോ 10-400 എന്തോ ഉള്ളൂ ഒരു ബെഡ് സ്പേസ്.